ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. ഇന്ന് നമുക്ക് ലിപ് ഗ്ലോ സ്വന്തമായിട്ടും തയ്യാറാക്കി നോക്കിയാലോ. കെമിക്കൽ ഇല്ലാതെ സ്വന്തമായിട്ട് അവരവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻഗ്രീഡിയൻസ് വെച്ചാണ് ഞാൻ ഇന്ന് ലിപ് ഗ്ലോ ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് ഒരു ബീറ്റ്റൂട്ട് എടുക്കുക, വെള്ളം തൊടാതെ മിക്സിയിൽ അടിച്ചിട്ട് അതിൻ്റെ ജ്യൂസായി ഇപ്പം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് വാസ്ലൈൻ. ഇത് ഡ്രൈനെസ് ഒക്കെ മാറ്റി സ്കിൻ നല്ലൊരു മോയ്സ്ചറൈസ് കിട്ടാൻ നമ്മൾ വാസ്ലൈൻ ഉപയോഗിക്കുന്നു. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഗ്ലിസറിൻ, നല്ല പ്യുവർ ആയിട്ടുള്ള ഗ്ലിസറിന് നമുക്ക് ഇതിന് ആവശ്യമാണ്. പിന്നെ നമുക്ക് ചെയ്ത് വെച്ചേക്കാനായിട്ട് ഇപ്പോൾ ഇവിടെ നിർത്തേക്കുന്നത്. അപ്പം നമുക്ക് ഇത് എങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ജ്യൂസാക്കി എടുത്ത് വെച്ചിരിക്കുന്ന ഈ ബീറ്റ്റൂട്ട് ജ്യൂസ് നമുക്ക് നിന്ന് വെള്ളമെല്ലാം പറ്റിച്ച് ആ കുറുക്ക് പരുവത്തിൽ ആക്കാം. അപ്പം നമുക്ക് അതൊന്ന് പറ്റിച്ചുകൊണ്ട് വരാം. ഓക്കെ, അപ്പം നമുക്ക് ഇതേപോലെ ചെറിയ പാൻ, ഒരു കുഞ്ഞ് പാൻ എടുക്കുക. അതിലെ വെള്ളമെല്ലാം പറ്റി കഴിയുമ്പോൾ നമുക്കതിലോട്ട് ഈ ബീറ്റ്റൂട്ടിന്റെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, നമ്മൾ ബീറ്റ്റൂട്ട് ജ്യൂസ് ഇതിനകത്തോട്ട് ഒഴിച്ചു. ഇതിനി നമുക്ക് ഒരു കുറുകുന്ന പരുവം, വെള്ളമെല്ലാം മറ്റി കുറുകുന്ന പരുവം ആകുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ വെച്ച ബീറ്റ്റൂട്ട് ജ്യൂസ് അത് പറ്റി നമുക്ക് ഒരു ശകല ഗ്ലിസറിൻ ഒഴിച്ചു കൊടുക്കാം. ഒരു 3-4 ഡ്രോപ്സ് ഗ്ലിസറിൻ നമ്മൾ ഇതിനകത്ത് ഒഴിച്ചു. ഗ്ലിസറിൻ നല്ലൊരു മോയ്സ്ചറൈസിങ് ആണ്, ഡ്രൈനെസ് ഒക്കെ മാറ്റും. അപ്പൊ ഇങ്ങനെ ആക്കിയതിനു ശേഷം ഇതിനകത്തോട്ട് നമുക്ക് വാസ്ലൈനും കൂടി ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ആക്കാം. ഈ ബീറ്റ്റൂട്ട് ജ്യൂസുമായിട്ട് അങ്ങ് യോജിപ്പിക്കുന്നു. നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റാവുന്ന ഒരു ലിപ് ഗ്ലോസ് ഇവിടെ ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്. അത് ബീറ്റ്റൂട്ട് വെച്ച് നമ്മൾ ചെയ്തു. ഒരുപാട് ആവശ്യമൊന്നുമില്ല. ബീറ്റ്റൂട്ട് ഫ്രഷ് ആയിട്ട് ഒരു ബീറ്റ്റൂട്ടിന് നല്ല കളറുള്ള ഒരു ബീറ്റ്റൂട്ടിന്റെ തോലൊക്കെ കളഞ്ഞ് ചെത്തി അത് ജ്യൂസ് വെള്ളം തൊടാതെ മിക്സിയിൽ അടിച്ചിട്ട് ആ ജ്യൂസ് എടുത്ത് വെച്ചു. അതിനുശേഷം നമുക്ക് ഒരു ശകലം ഗ്ലിസറിനും വാസ്ലൈനും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു ലിപ് ഗ്ലോസ് തയ്യാറാക്കാം. നമുക്ക് ഈ ബീറ്റ്റൂട്ട് ജ്യൂസിലോട്ട് ആ വാസ്ലൈൻ എല്ലാം നല്ലതായിട്ട് മെൽറ്റ് ചെയ്തു. ഇനി നമുക്കിത് ഒരു കുപ്പിയിലോട്ട് മാറ്റാം. ഓക്കെ, അപ്പോൾ ഞാനും ബീറ്റ്റൂട്ട് ജ്യൂസും ഗ്ലിസറിനും വാസ്ലൈനും കൂടെ, ഗ്ലിസറിൻ നല്ലൊരു മോയ്സ്ചറൈസിങ്ങും ഡ്രൈനെസ് മാറ്റാനൊക്കെ ഉപയോഗിക്കുന്നു. അതേപോലെ തന്നെ വാസ്ലൈനും നമ്മുടെ ചുണ്ടുകൾക്കുള്ള പാടുകളൊക്കെ മാറ്റി നല്ലൊരു മോയ്സ്ചറൈസ് കിട്ടുന്നു, ഡ്രൈനെസ് മാറ്റുന്നു. അപ്പം നമ്മൾ ഇതുപോലെ ബീറ്റ്റൂട്ട് കൊണ്ട് ഒരു ലിപ് ഗ്ലോ ഉണ്ടാക്കി നല്ലൊരു പാത്രം, കുപ്പിയോ എന്തെങ്കിലും നമ്മൾ ഇതുപോലെ കഴുകി വൃത്തിയാക്കി ഉണക്കിയതിന് ശേഷം ഇതുപോലെ നമ്മൾ ഒഴിച്ച് ഇതുപോലെ വെക്കുക. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ ഒരു 2 മണിക്കൂർ വെച്ചിരുന്നാൽ തന്നെ ഇത് പെട്ടെന്ന് സെറ്റ് ആവും. ഇത് നമുക്ക് ഈ മോയ്സ്ചറൈസിങ് വിത്ത് ലിപ് ഗ്ലോ നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യാവുന്നതാണ്. ഇതെല്ലാം ചെയ്ത് ഇങ്ങനെ വെച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് പേടിക്കാതെ ഉപയോഗിക്കുക. ഇതിനകത്ത് ഒരു കെമിക്കലും ഇല്ല. ബീറ്റ്റൂട്ട് മാത്രം കൊണ്ട് നമ്മൾ ബീറ്റ്റൂട്ട് കൊണ്ട് ചെയ്തിരിക്കുന്ന ഒരു ലിപ് ബാമാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. ഇത് ഈ ചുണ്ട് പൊട്ടുന്നവർക്കൊക്കെ ഡ്രൈനെസ് ഉള്ളവർക്കൊക്കെ നല്ല ഒരു ലിപ് ഗ്ലോയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇതുപോലെ എല്ലാവരും ചെയ്ത് സ്വന്തമായിട്ട് ലിപ് ഗ്ലോ ചെയ്ത് ഉപയോഗിക്കുക. ഇതിനകത്ത് നമ്മളൊരു കെമിക്കലും ആഡ് ചെയ്തിട്ടില്ല. വാസ്ലൈനും ഗ്ലിസറിനും മാത്രമേ നമ്മളിതിൽ ആഡ് ചെയ്തിട്ടുള്ളൂ. പിന്നെ ബീറ്റ്റൂട്ടിന്റെ ഫ്രഷ് ആയിട്ടുള്ള ബീറ്റ്റൂട്ട് നമ്മളത് തോലൊക്കെ കളഞ്ഞ് കഷ്ണങ്ങളാക്കി മിക്സിയിൽ അടിച്ച് ജ്യൂസ് എടുത്ത് വെച്ചിട്ട് അത് നല്ലതായിട്ട് പറ്റിക്കുക. അതിനകത്തോട്ട് ഗ്ലിസറിനും വാസ്ലൈനും ചേർത്ത് മെൽറ്റ് ചെയ്ത് അതിനുശേഷം നമ്മൾ ഇതുപോലെ കുപ്പിയിലകത്താക്കി
വെക്കുക. ഇതിന് തണുത്ത് 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ നല്ലതാ സെറ്റാവും. അതിനുശേഷം നമുക്ക് അടുത്ത ദിവസം തൊട്ട് ഉപയോഗിച്ചു തുടങ്ങാം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ പേജ് ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഒരു ഉപയോഗമുള്ള ഒരു പാർട്ടുമായിട്ട് ഞാൻ എത്തുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ലിപ് ബാമിൻ്റെ സിറപ്പ് ശരിയാക്കി ബീട്രൂട്ടും ഗ്ലിസറിനും വാസലിനും കൂടെ ചേർത്ത് ഞാൻ ബീട്രൂട്ടിൻ്റെ ലിപ് ബാം ഇവിടെ തയ്യാറാക്കി. ഈ ബോട്ടിൽ ചുളർത്തി കഴുകി തുടച്ചെടുത്ത ബോട്ടിലകത്ത് ഒഴിച്ചു. ഇപ്പോൾ അത് തയ്യാറായിട്ടുണ്ട്. 2 മണിക്കൂർ ആയതേ ഉള്ളൂ. നല്ലതായിട്ട് ലിപ് ബാം സെറ്റായി. ഇങ്ങനെ നമ്മൾ ഇങ്ങനെ തയ്യാറാക്കി വെച്ചിരുന്നാൽ നമ്മുടെ ചുണ്ടുള്ള ചുളുക്കുകളെ ഡ്രൈനെസ് മോയ്സ്ചറൈസിങ് ഒക്കെ നമുക്ക് കിട്ടും. അപ്പം ഇതുപോലെ എല്ലാവരും ഇതുപോലെ ബീട്രൂട്ടിൻ്റെ ലിപ് ബാം തയ്യാറാക്കി വെക്കുക. ഇത് ഇപ്പം ഞാൻ തന്നെ ഒന്ന് അപ്ലൈ ചെയ്ത് കാണിക്കാവുന്നതാണ്. നമ്മളൊരു ശകലം ലിപ് ബാം ഇതിൽ നിന്ന് എടുക്കുന്നു. ഇതുപോലെ തന്നെ നമ്മൾ ഇതുപോലെ ലിപ് ബാം ഉണ്ടാക്കി വയ്ക്കുക. നമുക്ക് ലിപ്സിന് നല്ല ഒരു കൂളിയും കിട്ടും. ഒരു കെമിക്കൽ ഇല്ലാത്തത് കൊണ്ട് ഇതിനകത്ത് വേറൊന്നും ആഡ് ചെയ്യാൻ പാടില്ല. ബീട്രൂട്ടിൻ്റെ ജ്യൂസും നല്ലതായിട്ട് അത് കുറുക്കിയെടുത്തതും അതുപോലെ വേണ്ട ഓയിലും മാത്രമേ ഇത് ചേർത്തിട്ടുള്ളൂ. ഇതുപോലെ ലിപ് ബാം എല്ലാം ചെയ്ത് വെക്കുക. അതുപോലെ ലൈറ്റ് ഷെയ്ഡ് നമുക്ക് ലിപ്സ് കിട്ടുകയും ചെയ്യും. ലൈറ്റായിട്ടൊരു കളറും ഉണ്ട്. ലിപ്സ് എപ്പോഴും ഒരു മോയ്സ്ചറൈസ് ആയിട്ട് തോന്നുന്നു. അതുപോലെ എപ്പോഴും നമുക്കിതുപോലെ അങ്ങനെ ഇതേപോലെ ലിപ് ബാം ഇപ്പം നല്ല സെറ്റായിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി 1 വർഷം വരെ ഒരാൾ ഒരെണ്ണം ഉപയോഗിക്കുക. എപ്പോഴും ഇങ്ങനെ കൈവച്ച് റബ്ബ് ചെയ്യാതെ എന്തെങ്കിലും ബഡ്സോ അല്ലെങ്കിൽ ലിപ് ലൈനറിൻ്റെ ബ്രഷോ അല്ലെങ്കിൽ ലിപ്സ്റ്റിക്കിൻ്റെ ബ്രഷോ എടുത്തിട്ട് മാത്രമേ ഇത് നമുക്ക് എടുത്ത് ലിപ്സ് ഇടാൻ പാടുള്ളൂ. അപ്പോൾ ഇങ്ങനെ തയ്യാറാക്കി വെച്ചിരുന്നാൽ നമ്മുടെ ചുണ്ടിനും ഒരു കളർ ചേഞ്ച് വരത്തില്ല, കറുപ്പ് വരത്തില്ല. അപ്പോൾ ഇതുപോലെ സ്വന്തമായിട്ട് എല്ലാവരും തയ്യാറാക്കി വെക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ പേജ് ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഒരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ എത്തുന്നതായിരിക്കും.